അമ്മ മെഴി ഭാഗം 2. അച്ചു ആലോചനകൾക്കൊടുവിൽ ചെന്ന് നിന്നത് അടുക്കളയിലായിരുന്നു. അമ്മായി, അച്ചു, നീ അമ്പലത്തിൽ പോയി വരുന്ന വഴിയാണോ? അതെ അമ്മായി. നിന്നെ ഇപ്പോൾ എങ്ങോട്ട് കാണാൻ പോലുമില്ലല്ലോ അച്ചു. അത് അമ്മായി. ഉത്തരം പറയാനെന്ന് പരുങ്ങുന്നവളെ കണ്ടതും ഇനി കിടന്ന് ഈ ഉരുളണ്ട. പരീക്ഷയും കഴിഞ്ഞ് അമ്മമ്മയുടെ കൂടെ കറങ്ങി നടപ്പിലായിരുന്നുവെന്ന് സുമ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സുഖമാണോ നിനക്ക്? അതും ചോദിച്ചുകൊണ്ട് വാത്സല്യത്തോടെ അവളുടെ തലയിലൊന്ന് ഒരു തഴുകി. നീ ചായ കുടിച്ചോ? ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തു തരാം. അതും പറഞ്ഞ് അവരൊന്ന് തിരിഞ്ഞതും ഒരു നിമിഷം അമ്മയോട് താൻ ചായ ചോദിച്ചു ഓർത്തുപോയി അച്ചു. അമ്മായി അവൾക്ക് ചായ കൊടുത്തു കഴിഞ്ഞതും, അതെ അമ്മായി. അച്ചുവിൻ്റെ വിളി കേട്ട്, എന്താടി? ഞാൻ അമ്മമ്മ പറഞ്ഞു വന്നതാ, ഇവിടെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ മറന്നുവെച്ച കുഞ്ഞിക്കണ്ണനെ എന്ന് പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട് അച്ചുവിന്. നിനക്കെന്താ ഇവിടെ വരാൻ ആരെങ്കിലും അനുവാദം വേണോ? ഇത് നിന്റെ അമ്മാവൻ്റെ വീടല്ലേ? ഒന്നുമല്ലെങ്കിലും നിന്റെ അമ്മയുടെ ഒരേ ഒരു കൂട്ടുകാരിയല്ലേ ഞാൻ? വളരെ ഗൗരവത്തോടെ ചോദിക്കുന്നത് കേട്ടതും ഇതിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായ എന്ന അവസ്ഥയിലായി അച്ചും രണ്ടുപേരും. അമ്മായി വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അല്ലെങ്കിലും നിന്റെ അമ്മമ്മയുടെ സ്വഭാവം ഇതാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സുമ പറഞ്ഞപ്പോൾ നിന്റെ അമ്മാവനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. വിദ്യയോട് എന്തു പറ്റിയെന്ന് കണ്ണുകൊണ്ട് ഞാനും ചോദിക്കുന്നുണ്ട്. അറിയില്ല എന്നവൾ മറുപടിയും കാണിച്ചു. എന്നാൽ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ദിവ്യ അവിടുന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു. കഴിഞ്ഞ തവണ അമ്മമ്മ അമ്മായിയുമായി എന്തോ പണി ഒപ്പിച്ചിട്ടുള്ള വരവായിരുന്നു എന്ന് അമ്മ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. തൽക്കാലം ഇവിടെ നിന്ന് മുങ്ങുന്നതാണ് നല്ലത്. ആരോഗ്യത്തിന് അതാണ് നല്ലതെന്ന് തോന്നി വിദ്യയുമായി അവളുടെ മുറിയിലേക്ക് പോയി. അമ്മാവനും അമ്മായിക്കും 3 മക്കൾ. ഇരട്ടകളായ ശ്രീവിദ്യയും ശ്രീദിവ്യയും. രണ്ടും +2 പഠിക്കുന്നു. വിദ്യ അച്ഛൻ്റെ അതേ പതിപ്പ് സ്വഭാവം കൊണ്ട്. ദിവ്യയാണെങ്കിൽ നേരെ തിരിച്ചും. അമ്മായിയുടെ സ്വഭാവം കുറച്ച് കിട്ടിയിട്ടുണ്ട്. ദേഷ്യവും ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ആരോടും മുഖത്ത് നോക്കി മറുപടി പറയുന്ന അതേ സ്വഭാവം. എന്നാൽ അധികം അടുപ്പം ആരുമായി കാണിക്കുകയുമില്ല. എന്നാൽ സമയം കിട്ടുമ്പോഴൊക്കെ അച്ചു അവിടേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ വിദ്യ മിക്കപ്പോഴും വീട്ടിലും വരാറുണ്ട്. ഇനി ഒരാളും കൂടെ ഉണ്ട് അവിടെ. ഇവർക്ക് മൂത്തതായി ഒരേട്ടൻ, കാശിദേവ് എന്ന കണ്ണൻ. ബാങ്കിൽ ജോലി കിട്ടിയിട്ട് അധികമായില്ല. ദിവസവും പോയി വരാനുള്ള ദൂരമല്ലല്ലോ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ വീട്ടിലുണ്ടാവൂ. കണ്ണേട്ട, എന്താ അമ്പലത്തിൽ വരാതിരുന്നത്? വരുമെന്ന് അറിയുന്നത് കൊണ്ടല്ലേ ഞാൻ ഈ എടുത്താൽ പൊങ്ങാത്ത തുണിയും വാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അവന് പുറത്തിനിട്ട് കിട്ടിയ ഇടിക്ക് പുറമെ അങ്ങനെ ഒരു പരാതിയും കേട്ടുകൊണ്ടാണ് കണ്ണൻ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ ദേവിയെ പോലെ തിളങ്ങി നിൽക്കുന്ന തൻ്റെ പെണ്ണ്. പെട്ടെന്ന് ഒന്നുകൂടെ നോക്കിയതും ദേവി തന്നെ, പക്ഷേ ഭദ്രകാളിയാണെന്ന് മാത്രം. സോറി അച്ചോസേ, ചേട്ടൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പറയുന്നത് കേട്ടാൽ നിങ്ങളെന്തോ മലമറിക്കുന്ന ജോലി ചെയ്തിട്ട് വന്നതുപോലെയാണല്ലോ. അവൾ കലിപ്പിലാണെന്ന് കണ്ടതും, സത്യമാണേ, ഇന്നലെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി വൈകി. അപ്പോൾ ഇന്നലെയും മദ്യസേവ ഉണ്ടായിരുന്നല്ലേ? അവൾ തെല്ല് ദേഷ്യത്തിൽ ചോദിച്ചു. എൻ്റെ അച്ചൂസാണേ, ഞാനൊരു തുള്ളി തൊട്ടിട്ടില്ല. അല്ല, ഇന്ന് സുന്ദരിയായിട്ടാണല്ലോ വരവ്. അല്ലെങ്കിൽ ആണെന്താ, സുന്ദരിയല്ലേ? ഒരു പുരികം പൊക്കിയുള്ള അവളുടെ ചോദ്യഭാവം കണ്ടതും ആരോഗ്യത്തിന് ഹാനികരമെന്നത് ഒരു സൂചന. അതിലില്ലേ എന്നൊരു തോന്നൽ ഇല്ലാതെ ഇല്ല കണ്ണന്. അല്ലെങ്കിലും സുന്ദരിയാണല്ലോ, ആരാ പറഞ്ഞല്ലെന്ന്? അവൻ്റെ വാക്കുകൾ കേട്ടതും അവളൊരു നാണത്തോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് പരിഭവത്തോടെ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസമല്ലേ കണ്ണേട്ട കാണാൻ പറ്റുന്നത്? അതുപോലെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല അല്ലേ? എൻ്റെ കുഞ്ഞെ, പിണങ്ങല്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാനിരുന്നതാണ്. വിശ്വസിച്ച് അവളും അതേ ഭാവത്തിൽ പറഞ്ഞു. എന്നാൽ നീ വിശ്വസിക്കണ്ട. അതും പറഞ്ഞ് അവൻ പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ് പോയി. അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവൻ എഴുന്നേറ്റ അച്ചു? അമ്മയുടെ ചോദ്യം വന്നതും എഴുന്നേറ്റ അമ്മായി. എങ്കിലെല്ലാവരും വാ, ആഹാരം കഴിക്കാൻ. ആ ചെറുക്കനെ കാത്തിരുന്നതാണ് ഇത്രയും വൈകിയത്. അതും പറഞ്ഞ് എല്ലാവരും കഴിക്കാൻ വന്നതും മുഖവും വീർപ്പിച്ചിരിക്കുന്ന കണ്ണനെ കണ്ട് അവൾക്ക് ചിരി വന്നു.
അമ്മാവന് നിർബന്ധമാണ് ഭക്ഷണസമയം ആരും സംസാരിക്കാൻ പാടില്ല എന്നത്. ആഹാരം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ അവിടെ ചെലവഴിച്ച് അവൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അതേസമയം തന്നെ കണ്ണനും. നീ എങ്ങോട്ടാ എന്ന അമ്മയുടെ ചോദിച്ചു. അച്ഛമ്മയെ കാണാൻ. കുറച്ചുനാൾ കഴിഞ്ഞാലും അച്ഛമ്മ അവിടെ തന്നെ കാണും. അന്നും ഇതേപോലെ പോകാൻ മനസ്സ് കണ്ടാൽ മതി. അവൾ അവനെ കളിയാക്കി പറഞ്ഞതും വിദ്യ ചിരി കടിച്ചമർത്തിക്കൊണ്ട് അച്ചു ഒരു ചമ്മിയ ചിരിയോടെ മുറ്റത്തേക്കിറങ്ങി. അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് ദിവ്യയുടെ ചോദ്യവും. ആഴ്ചയിൽ ഒരു ദിവസം ഏട്ടന് ലീവുള്ളപ്പോഴാണ് അവരൊന്ന് കാണുന്നതും മിണ്ടുന്നതും. അതിനുകൂടെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിക്കൊള്ളണം. ദേഷ്യത്തോടെ അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. വത്സേട്ടാ, പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അവനിപ്പോൾ 27 വയസ്സായി. ഇപ്പോൾ ജോലിയുമായി. ഇനിയും വെച്ച് താമസിപ്പിക്കണോ ഇത്? ഞാനും ആലോചിക്കുന്നതാണ്. മോക്ക് ജോലി കൂടെ ആയിട്ട് മതിയെന്നല്ലേ അവരുടെ വാശി. നിങ്ങൾ ആ നാരായണേട്ടനെ കണ്ടൊന്ന് സംസാരിച്ചു നോക്ക്. എന്താ പറയുന്നതെന്ന് നമുക്കറിയാലോ. തുടർഭാഗത്തിനായി കാത്തിരിക്കുക.